ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെറൈറ്റി ഫുഡ് ടോക്സ്. ഇന്ന് എല്ലാ കേക്കിനും ബേസ് ആയിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. ഇത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ എളുപ്പം തയ്യാറാക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ട നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നും വേർതിരിക്കുന്നില്ല, ഒന്നിച്ചാണ് ഇത് എടുക്കുന്നത്. അതേമാതിരി ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. ഒരു ഫോർക്ക് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഇത് ഇളക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അതേമാതിരി പഞ്ചസാര ഒന്നിച്ചിട്ട് ഇളക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. എന്നാലേ ഇത് നല്ലവണ്ണം മിക്സ് ആവുകയുള്ളൂ. അതേമാതിരി ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് വശത്തേക്കാണോ ഇളക്കുന്നത് അതേ സൈഡിൽ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇനി 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ ആ എഗ്ഗിൻ്റെ മണമൊക്കെ ഇല്ലാതാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ചേർക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഓയിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതേമാതിരി 1/2 കപ്പ് പാൽ കൂടി ചേർക്കണം. പിന്നീട് ഇതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വെച്ചതാണ്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. മൈദ മുമ്പ് പറഞ്ഞ മാതിരിയിൽ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നോർമൽ ചൂടുള്ള പാല് മതി. ഒന്നര കപ്പ് മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേമാതിരി ഇളക്കി എടുത്ത് യോജിപ്പിച്ചെടുക്കണം. ബീറ്റർ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ബാറ്റർ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണ് ഈ ബാറ്റർ ഒഴിക്കുന്നത് അതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ ബട്ടർ പേപ്പറിന് മുകളിലും കുറച്ച് ബട്ടർ തടവാം. കേക്ക് പെട്ടെന്ന് അടർന്നു വീഴുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതൊരു കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ ഒരു 15 മിനിറ്റ് നല്ലപോലെ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു റിങ് അതിൽ ഇറക്കി വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെക്കാം. ഇനി കുക്കറും ഒരു മൂടി കൊണ്ട് മൂടി വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നല്ല കനമുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ കേക്കൊക്കെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈ പൊള്ളാതെ എടുക്കാം ഈ പാത്രം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുക്കാം. അതിന് മുമ്പ് ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇതിൻ്റെ അരികെ ഒന്ന് വിടർത്താം. കേക്ക് പെട്ടെന്ന് ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പാത്രത്തിലേക്ക് ഇത് കമഴ്ത്തിയിട്ട് ഒന്ന് തട്ടാം. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടി വന്നിട്ടുണ്ട്. അതൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ല പോലെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതേമാതിരി നല്ല ടേസ്റ്റിയുമാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. എക്സ്ട്രാ വരുന്നത് ഒരു വാനില എസൻസ് മാത്രമാണ്. തുടക്കക്കാർക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കേക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.